ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. നമ്മൾ മലയാളികൾക്ക് മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടമാണല്ലേ. എന്നാൽ അത് കറി വെച്ചോ അല്ലെങ്കിൽ വറുത്തോ ആയിരിക്കണം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കറി വെക്കാൻ പറ്റാത്ത എന്നാൽ നമ്മളെ ചിരിപ്പിച്ച് കൊല്ലുന്ന ഒരു പ്രത്യേകതരം മീനിനെ കുറിച്ചാണ്. ഒരു വശത്ത് പണം ഒഴുക്കുന്ന വലിയൊരു പണക്കാരൻ, മറുവശത്ത് അവനെ കൊല്ലാനായിട്ട് നടക്കുന്ന കടലിൽ നിന്നും കരയിലേക്ക് കയറി വന്നിട്ടുള്ള ഒരു പാവം മത്സ്യകന്യക. പുള്ളിക്കാരിക്ക് നടക്കാൻ അറിയില്ല, സാമാന്യ ബുദ്ധി പോലും ഇല്ല. ഇതിന്റെ ഇടയിലെല്ലാം പെട്ടുപോകുന്ന നമ്മുടെ വില്ലൻ നീരാളി. അവന്റെ വേഷം കെട്ടുകൾ കൂടി ആവുന്ന സമയത്ത് നമ്മൾ ചിരിച്ചു ചാവും. സ്റ്റീഫൻ ചൗവിന്റെ ഐറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ പ്രത്യേകിച്ച് ലോജിക്കൊന്നും തരേണ്ട ആവശ്യമില്ല. അപ്പൊ എങ്ങനെയാ, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ മനുഷ്യന്മാര് ഈ ഒരു ഭൂമിയിൽ ചെയ്തു കൂട്ടുന്ന ചില തോന്നിവാസങ്ങളാണ് കാണിക്കുന്നത്. മരങ്ങൾ വെട്ടുന്നത്, വായു മലിനമാക്കുന്നത്, അതുപോലെ തന്നെ മീനുകളെ കൂട്ടത്തോടെ വേട്ടയാടുന്നത് എന്ന് വേണ്ട സകല കാര്യങ്ങളും കാണിക്കുകയാണ്. ഇതിനിടയിൽ ശാന്തമായി കിടക്കുന്ന കടലിലേക്ക് വട്ടത്തിലിരിക്കുന്ന എന്തോ ഒരു കുന്ത്രാടം കുത്തി ഇറക്കുന്നുണ്ട്. ഒരു സോണാർ ട്രാൻസ്മിറ്റിംഗ് ഡിവൈസ് ആയിരുന്നു അത്. അതിൽ നിന്നും വരുന്ന വലിയ ഫ്രീക്വൻസിയിലുള്ള ശബ്ദ തരംഗങ്ങള് കടലിലുള്ള മുഴുവൻ മീനുകളെയും വട്ടാക്കാണ്. അവയെല്ലാം ആ ഒരു ഭാഗത്തുനിന്ന് പോകുന്നുണ്ട്. ഈ ഒരു ഡിവൈസ് ആരാണ് കടലിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ പിന്നില് വലിയൊരു കോർപ്പറേറ്റ് കളി തന്നെ നടക്കുന്നുണ്ട്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയൊരു സ്ഥലത്തിന്റെ ലേലമാണ് കാണിക്കുന്നത്. ലേലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം 2 ലക്ഷം അങ്ങനെയൊന്നുമില്ല. തുടങ്ങുന്നത് തന്നെ 2000 കോടി 3000 കോടി എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അങ്ങനെ റേറ്റ് കൂടി വരുന്ന സമയത്ത് കണ്ണു തള്ളി പോയിട്ടുള്ള ആളുകൾ എല്ലാം നൈസായിട്ട് അവിടുന്ന് പോവാണ്. ബാക്കിയായത് നമ്മുടെ ഹീറോയും ഒരു പെണ്ണുമായിരുന്നു. അവന്റെ പേര് ലൂ എന്നാണ്. അവൾ എത്രയൊക്കെ റേറ്റ് കൂട്ടി വിളിച്ചിട്ടുണ്ടെങ്കിലും ഹീറോ ഇവള് പറയുന്ന റേറ്റിന്റെ കൂടെ ഒരു 10 ലക്ഷം കൂടി ആഡ് ചെയ്തിട്ട് വീണ്ടും വിളിക്കും. അങ്ങനെ ആ ഒരു ലേലം ഇവര് തമ്മിൽ ചൂട് പിടിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ നമ്മുടെ ഹീറോയിന്റെ കണക്കപ്പിള്ള അവന്റെ കാൽക്കുലേറ്ററിൽ ചില കണക്കുകളെല്ലാം കൂട്ടിയിട്ട് നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നുണ്ട്. ഇനിയും റേറ്റ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തെരുവിൽ ഇറങ്ങിയിട്ട് ഡാൻസ് കളിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവന്റെ കാൽക്കുലേറ്റർ വാങ്ങിയിട്ട് ബാക്കിലേക്ക് വലിച്ചെറിയാണ്. അതിനുശേഷം വീണ്ടും റേറ്റ് കൂട്ടി പറയുന്നുണ്ട്. അങ്ങനെ അവസാനം ആ ഒരു ലേലത്തില് നമ്മുടെ ഹീറോ തന്നെ ജയിക്കുകയാണ്. അങ്ങനെ അതെല്ലാം സക്സസ് ആയിട്ട് തീർത്തതിന് ശേഷം ഹീറോ വീട്ടിലേക്ക് വരാണ്. ഹീറോയുടെ കൂടെ ലേലത്തിൽ പങ്കെടുത്തിട്ടുള്ള ആ ഒരു തറവാടി പെണ്ണ് ഇപ്പോ കാർ കൊണ്ട് അവന്റെ വീട്ടുമുറ്റത്തെ തറ തുടച്ചുകൊണ്ട് വരുന്നുണ്ട്. അതിൽ നിന്നും സ്റ്റൈലായിട്ട് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങാണ്. അവള് മാത്രമല്ല, ലേലത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന മറ്റൊരു അങ്കിളും കാറിൽ അവിടെ വന്ന് ഇറങ്ങാണ്. ഈ ഒരു സമയത്തേക്കും സെക്യൂരിറ്റികളെല്ലാം ഓടി വന്നിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന ആളുകളെല്ലാം മാറ്റാണ്. നോക്കുമ്പോ ആകാശത്ത് നിന്ന് ഒരു ജെറ്റ് പാക്ക് ഒക്കെ ഇട്ടിട്ട് ഒരാൾ ഇറങ്ങി വരുന്നുണ്ട്. അവന്റെ വേഷം കണ്ടാൽ തന്നെ നമുക്ക് ചിരി വരും. പുലിത്തോല് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഡ്രസ്സ് മാതിരിയൊക്കെ ഉണ്ട്. അവനെ കാണാനായിട്ട് ഒരു കിറുക്കനെ മാതിരിയൊക്കെയാണ് ഉള്ളെങ്കിലും അവൻ ആ ഒരു നാട്ടിലെ വലിയൊരു പണക്കാരനാണ്. അവൻ മാത്രമല്ല, ഇവന് മുന്നേ ഇവിടേക്ക് വന്നിറങ്ങിയിട്ടുണ്ടായിരുന്ന എല്ലാവരും തന്നെ ആ ഒരു നാട്ടിലെ കോടീശ്വരന്മാരായിരുന്നു. ഇപ്പൊ ഹീറോയും അങ്കിളും അതുപോലെ തന്നെ ആ ഒരു ലേഡിയും, അവളെ നമുക്ക് നാൻസി എന്ന് വിളിക്കാം, പിന്നെ നമ്മുടെ കിറുക്കനും, എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇന്നത്തെ ആ ഒരു ലേലത്തിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ നമ്മുടെ കിറുക്കൻ ഹീറോനെ നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട്. എടാ, നിനക്കറിയോ, ഇത്രയും വില കൊടുത്ത് നീ വാങ്ങിച്ചു വെച്ചിട്ടുള്ള ആ ഒരു സ്ഥലം, അവിടെ നിനക്ക് ഒരു ബിസിനസ്സും ചെയ്യാനായിട്ട് സാധിക്കില്ല. കടലിന്റെ അടിയിലുള്ള ഒന്നും നിനക്ക് ഊറ്റി വെക്കാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് ഒരുപാട് ഡോൾഫിൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലം ഗവൺമെന്റ് റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആശാനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലം വേറൊരാൾ വഴി ആ ഒരു ലേലത്തിൽ കൊണ്ട് വെച്ചത് തന്നെ ഇവനായിരുന്നു. അതായത് നമ്മുടെ കിറുക്കന്റെ ബിനാമിയായിരുന്നു ആ ഒരു സ്ഥലം വിറ്റിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അങ്കിള് പറയാണ്, ആ ഒരു സ്ഥലം വാങ്ങിയിട്ട് ഞങ്ങളുടെയൊക്കെ പൈസ സംരക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന്. ഹീറോ ഇങ്ങനെ പൊട്ടനെ പോലെ ഇരിക്കുന്ന കണ്ടിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് അവിടെ കിടന്ന് ചിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് നമ്മുടെ ഹീറോ നൈസായിട്ട് ഒരു പേപ്പർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കടലിനടിയിലുള്ള എന്ത് വേണമെങ്കിലും അവന്റെ ഇഷ്ടത്തിന് മൈൻഡ് ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു പെർമിഷൻ ആയിരുന്നു അത്. കിറുക്കൻ പറയാണ്, അങ്ങനെ ഒരു ഡോക്യുമെന്റ് കിട്ടാനായിട്ടുള്ള സാധ്യതയില്ല. അത് തന്ന ആൾ നിന്നെ പറ്റിച്ചിട്ടുണ്ട്. കാരണം അവിടെ ഒരുപാട് ഡോൾഫിൻസ് ഉണ്ട്. ഡോൾഫിൻസ് ഉള്ള സ്ഥലത്തൊന്നും ഒരിക്കലും മൈൻഡ് ചെയ്യാനായിട്ട് സമ്മതിക്കില്ല. നിന്നെ വീണ്ടും അവർ പറ്റിച്ചു എന്നൊക്കെ പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഹീറോ മറ്റൊരു പേപ്പർ കാണിക്കുന്നുണ്ട്. അവിടെ നിന്നും 50 കിലോമീറ്റർ റേഡിയസിൽ ഒരൊറ്റ ഡോൾഫിൻ പോലും ഇല്ല എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ആയിരുന്നു അത്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ കിറുക്കിന് നല്ല രീതിയിൽ ദേഷ്യം വരാണ്. അവിടെ മൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവനിവിടെ ഇറക്കിയതിനെക്കാട്ടിലും ഒരുപാട് പൈസ അവനവിടെ സമ്പാദിക്കാനായിട്ട് സാധിക്കും. ഇത്രയും നേരം ഇളിച്ചോണ്ടിരുന്നവന്മാരുടെ മോന്തേക്ക് ഇപ്പൊ മാറാണ്. മണ്ടത്തരം കാണിച്ചല്ലോ എന്ന് ആലോചിച്ചിട്ട് നമ്മുടെ കിറുക്കന് ഇപ്പൊ നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. അവൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഹീറോ ഇപ്പോ അവന്റെ പുറകെ തന്നെ പോകുന്നുണ്ട്. നീ എന്തായാലും വന്നതല്ലേ, നമുക്ക് രണ്ടെണ്ണം അടിച്ചിട്ട് പോവാന്ന് പറയാണ്. ഇവനാണെന്നുണ്ടെങ്കിൽ അതൊന്നും കേൾക്കാതെ അവന്റെ ജെറ്റ് പാക്ക് എടുത്തിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. ഹീറോ ഇപ്പോ അവന് കൊടുക്കാനായിട്ട് ഒരു ഷാമ്പയിൻ ബോട്ടിൽ ഓപ്പൺ ചെയ്യാണ്. എന്നാൽ അതിന്റെ കോർക്ക് തെറിച്ച് വന്നിട്ട് ഇവന്റെ ജെറ്റ് പാക്കിലുള്ള സ്വിച്ചിലായിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പറയണ്ടല്ലോ പൂരം, അത് നമ്മുടെ കിറുക്കനെ കൊണ്ട് ആ ഒരു ബിൽഡിംഗ് മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടിടത്തെല്ലാം ചെന്ന് അടിച്ചിട്ട് ആ ഒരു സ്റ്റെപ്പിൽ കൂടെ അവന് ഉരുണ്ടുരുണ്ട് വരികയാണ്. ഇപ്പൊ അങ്കിളിനും അയാൾക്ക് പറ്റിയിട്ടുള്ള അബദ്ധം മനസ്സിലായിട്ടുണ്ട്. നൈസായിട്ട് ഹീറോന്റെ അടുത്തേക്ക് വന്നിട്ട് ആ ഒരു സ്ഥലത്തിന്റെ വില മനസ്സിലാവാതെ ഞാൻ അറിയാതെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു പ്രോജക്റ്റിൽ എന്നെ കൂടി പാർട്ണർ ആക്കോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നാൽ ഹീറോ ആണെങ്കിൽ അയാളെ നൈസാക്കി തൂക്കി വിടുന്നുണ്ട്. അടുത്ത ചെസ് നമ്പർ നമ്മുടെ നാൻസി ആയിരുന്നു. ഹീറോ കുറച്ച് പെണ്ണുങ്ങളുടെ കൂടെ ആ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തിരിക്കുന്ന സമയത്ത് അവൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവിടെയുള്ള പെണ്ണുങ്ങളെ മുഴുവനും അടിച്ചു ഓടിച്ചതിന് ശേഷം അവൻ കിടക്കുന്ന ആ ഒരു ബെഡിലേക്ക് വന്ന് കിടക്കുന്നുണ്ട്. പിന്നെ പറയണ്ടല്ലോ,
കേട്ടോ ഇവര് രണ്ടുപേരും ആ ഒരു ബിസിനസ്സിൽ പാർട്ട്നേഴ്സ് ആവുകയാണ്. ലൂവും നാൻസിയും കൂടിയിട്ട് അങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് ഇവരുടെ ബാക്കിലേക്ക് ഡിഫറെന്റ് ആയിട്ട് മേക്കപ്പ് ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടി അങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഇത് ആരാന്ന് മനസ്സിലാവാതെ രണ്ടുപേരും ബാക്കോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അതേ സെക്കൻഡിൽ തന്നെ നമ്മുടെ ലൂവിന്റെ ബോഡി ഗാർഡ് അവളുടെ മേത്തേക്ക് ചാടി വീഴാണ്. പെർമിഷൻ ഇല്ലാത്ത ഈ ഒരു സ്ഥലത്തേക്ക് അവൾ കയറി വന്നുകൊണ്ട് തന്നെ അവളെ പൊക്കി എടുത്തിട്ട് നല്ല ഇടി ഇടിക്കുന്നുണ്ട്. ഇത് കണ്ടുകഴിഞ്ഞപ്പോ ഹീറോയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. അവനിപ്പോ ആ ഒരു ബോഡി ഗാർഡിന്റെ അടുത്ത് അവളെ അടിക്കില്ല എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. അവളുടെ അടുത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ ഒരു സമയത്ത് നാൻസി ഹീറോയെ പിടിച്ചു വെക്കുന്നുണ്ട്. അവളുടെ അടുത്തേക്കൊന്നും പോലെ അവൾക്കൊക്കെ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ആർക്കറിയാം, അവളുടെ ലുക്ക് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചീപ്പായിട്ട് സംസാരിക്കുകയാണ്. എന്നാൽ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാവം പെൺകുട്ടിക്ക് ഇങ്ങനെ അടി കിട്ടുന്നത് ഒട്ടും സഹിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ അവളുടെ അടുത്തേക്ക് പോവാണ്. ഇപ്പൊ നാൻസി വിളിച്ചു പറയുന്നുണ്ട്, നീ അങ്ങോട്ടേക്ക് പോവാണെങ്കിൽ ഒരിക്കലും നീ എന്റെ അടുത്തേക്ക് വരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നാൻസി ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഹീറോ വന്നിട്ട് ബോഡി ഗാർഡിന്റെ അടുത്ത് പറഞ്ഞിട്ട് അവളെ അടിക്കുന്നതൊക്കെ നിർത്തുകയാണ്. ലൂവിന്റെ മാനേജർ ഇപ്പൊ പറയുന്നുണ്ട്, ഇവളെ കണ്ടിട്ട് ഒരു ഡാൻസർ ആണെന്നാണ് തോന്നുന്നത്. എന്നാൽ ഡാൻസ് കളിക്കാൻ വന്നിട്ടുള്ള ആളുകളുടെ ലിസ്റ്റിലൊന്നും ഇവളുടെ പേരില്ല. ഇവളെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ലൂവും അവളുടെ അടുത്ത് നിനക്ക് എന്താ വേണ്ടത്, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുകയാണ്. അവള് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങളുടെ കൂടെ കുറച്ചു നേരം സംസാരിക്കാനാണ് ഞാൻ വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ അവളെ പുറത്തേക്ക് വിടാനായിട്ട് ലൂ പറയാണ്. എന്നാൽ ആ ഒരു പെൺകുട്ടി പോകുന്നതിന് മുന്നേ അവളുടെ മൊബൈൽ നമ്പർ ഹീറോയ്ക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും എന്നെ ഒന്ന് വിളിക്കണം, എനിക്ക് നിങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവളിങ്ങനെ ഒരുപാട് നിർബന്ധിച്ചു കഴിഞ്ഞപ്പോ ഹീറോയും ആ ഒരു നമ്പർ വാങ്ങി വെക്കുകയാണ്. ഇപ്പൊ ബോഡി ഗാർഡ്സ് അവളെ പുറത്തേക്ക് വിടുന്നുണ്ട്. അവൾ നടക്കുന്ന കാണുന്ന സമയത്ത് തന്നെ എന്തൊരു ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നില്ലേ. പുറത്തേക്ക് വന്നതും അവളുടെ സ്കേറ്റ് ബോർഡൊക്കെ എടുത്തിട്ട് നേരെ ഒരു തട്ടുകടയിലേക്ക് വെച്ച് പിടിക്കുന്നുണ്ട്. ഇപ്പൊ 2-3 ഗ്രിൽഡ് ചിക്കൻ വാങ്ങിയിട്ട് പടപടാന്ന് അടിക്കുകയാണ്. അതിനുശേഷം അവള് പോയത് ഒരു മീൻ കടയിലേക്കാണ്. അവിടെ ഈ ഒരു അക്വേറിയത്തിലേക്ക് ഒഴിക്കുന്ന ഒരു പ്രത്യേകതരം മരുന്ന് കിട്ടില്ലേ, ആ ഒരു മരുന്നൊക്കെ അവള് കുറെ വാങ്ങുന്നുണ്ട്. എന്നിട്ട് നേരെ അവളുടെ വീട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ്. വീടിന്റെ ഉള്ളിലേക്ക് കയറി വന്ന അവള് ഒരു സീക്രട്ട് ഡോർ തുറക്കാണ്. നോക്കുന്ന സമയത്ത് അതിലെ താഴേക്ക് ഒരു വലിയ വഴി ഉണ്ടായിരുന്നു. അവള് സ്കേറ്റ് ബോർഡിൽ ആ ഒരു ചെങ്കുത്തായ വഴി കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ചെന്ന് അവസാനിക്കുന്നത് വലിയൊരു വെള്ളച്ചാട്ടത്തിലാണ്. ഇപ്പൊ ആ ഒരു വെള്ളച്ചാട്ടവും കഴിഞ്ഞിട്ട് അവള് പുറത്തേക്ക് വരുന്നുണ്ട്. വെള്ളച്ചാട്ടത്തിനോട് ചേർന്നിട്ട് ഒരു പഴയ കപ്പൽ അങ്ങനെ നിൽക്കുന്നത് കാണാം. ഈ കപ്പലിന്റെ ഉള്ളിൽ ഇപ്പൊ ഒരുപാട് വെള്ളം കെട്ടിക്കിടക്കാണ്. അതിനടുത്തായിട്ട് വയസ്സായിട്ടുള്ള ഒരു ലേഡി ഇരുന്നങ്ങനെ ഉറങ്ങുകയാണ്. അവളിപ്പോ താഴേക്ക് വരുന്നുണ്ട്. ഒരു ബാത്ത് ടബില് കുറച്ച് വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ഇപ്പൊ ഒരു പയ്യൻ പൊങ്ങി വരാണ്. നോക്കുന്ന സമയത്ത് അവന് കാലില്ല. ആ ഭാഗത്ത് മീനുകളെയൊക്കെ പോലെ ഒരു വാലായിരുന്നു ഉണ്ടായിരുന്നത്. അവന്റെ ശരീരത്തിലായിട്ട് ഒരുപാട് മുറിവുകളുണ്ട്. അവൾ വാങ്ങിക്കൊണ്ടുവന്നിട്ടുള്ള മരുന്ന് ഇപ്പൊ ആ ഒരു ടാങ്കിലേക്ക് ഒഴിക്കുകയാണ്. ഇപ്പൊ അവളുടെ അടുത്ത് ഏതോ ഒരാൾ ചോദിക്കുകയാണ്, നീ പോയ കാര്യം എന്തായി, നമ്മുടെ പ്ലാൻ പോലെ എല്ലാം വർക്കൗട്ട് ആയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോയിനും അവനെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്റെ നമ്പർ ഞാൻ അവന് കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും അവൻ വിളിക്കുന്നു പറയാണ്. അതെന്തായാലും നന്നായി. ആ കള്ളപ്പന്നി നമ്മുടെ ഈ ഒരു സ്ഥലം എല്ലാം നാശാക്കിയിട്ട് നമ്മളെ മുഴുവനും കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മെർമേഡുകളെ മുഴുവനും അവൻ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനമായിട്ട് അവനോട് പ്രതികാരം വീട്ടാനായിട്ടുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം അവൻ ആ ഒരു വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. ഇവൻ വെള്ളത്തിലേക്ക് ചാടിയ സമയത്ത് തന്നെ ഹീറോയിൻ അവളുടെ ഡ്രസ്സ് അഴിക്കുകയാണ്. ഇവൾ പാന്റ് അഴിച്ചു കളയുന്ന സമയത്താണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്. ഇവൾക്കും കാലിന്റെ സ്ഥാനത്ത് വലിയൊരു വാലുണ്ടായിരുന്നു. അതെ, ഇവളും ഒരു മെർമേഡാണ്. അതുകൊണ്ടാണ് അവൾ അവിടുന്ന് ചാടി ചാടി നടക്കുന്നുണ്ടായിരുന്നത്. ഡ്രസ്സെല്ലാം അഴിച്ചു കളഞ്ഞിട്ട് അവളിപ്പോ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. നോക്കുന്ന സമയത്ത് വെള്ളത്തിന്റെ അടിയിൽ ഒരുപാട് മെർമേഡുകൾ ഉണ്ടായിരുന്നു. അവരെല്ലാരും കൂടിയിട്ട് ഇപ്പൊ മുകളിലേക്ക് പൊങ്ങി വരികയാണ്. ഈ ഒരു സമയപ്പത്തേക്കും അവിടെ ഉറങ്ങിക്കൊണ്ടിരുന്ന മുത്തശ്ശി മെല്ലെ എണീറ്റ് വരാണ്. എന്നിട്ട് ഇവരോട് എല്ലാവരോടും ഒരു കഥ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. കുരങ്ങുകളിൽ നിന്നാണ് മനുഷ്യനുണ്ടായെന്നുള്ളത് നമുക്കറിയാലോ. അങ്ങനെ പരിണാമം സംഭവിച്ചിട്ടുള്ള കുറച്ച് കുരങ്ങന്മാര് കടലിൽ ജീവിച്ചു തുടങ്ങി. കടലിൽ ജീവിക്കുന്നവർക്ക് കാലിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ മെല്ലെ മെല്ലെ അതൊരു വലിയ വാലായിട്ട് മാറാണ്. അങ്ങനെയാണ് മെർമേഡുകൾ ഉണ്ടായത്. ആദ്യ കാലങ്ങളിലൊക്കെ മനുഷ്യനും മെർമേഡുകളും കൂടിയിട്ട് ഒരുപാട് സന്തോഷത്തോടെ ഒരുമിച്ചായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ മെല്ലെ മെല്ലെ മനുഷ്യന്മാർക്ക് ടെക്നോളജിയും കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ആയതിനു ശേഷം അവർ കടലിലേക്ക് വന്നിട്ട് ഈ മെർമേഡുകളെ എല്ലാം കൊന്നൊടുക്കുകയാണ്. മനുഷ്യന്മാരെല്ലാം ഇവരെ ശത്രുക്കളാണെന്ന് മനസ്സിലാക്കിയിട്ട് മെർമേഡുകളെല്ലാം അവരെ കാണാതെ ഒളിച്ചും പാത്തും ജീവിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ എയ്റോപ്ലെയിനും കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം മനുഷ്യന്മാർ വീണ്ടും ഇവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഇവർ പറഞ്ഞിട്ടുള്ള ഈ ഒരു കഥയാണ് സത്യം എന്ന് വിചാരിച്ചിട്ട് അവിടെ തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്ന ഒരുത്തൻ മനുഷ്യന്മാരെല്ലാം തന്നെ മോശമായിട്ടുള്ള ആളുകളാണെന്ന് ഇപ്പോൾ വിളിച്ചു കൂവുന്നുണ്ട്. ഇവൻ ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനാണ് നമ്മുടെ ഈ ഒരു കഥയിലെ മെയിൻ വില്ലനായിട്ടുള്ള നീരാളി മനുഷ്യൻ. എങ്ങനെയാണോ നമ്മുടെ മത്സ്യകന്യകമാർക്ക് മനുഷ്യന്മാരുടെ ശരീരവും മീനിന്റെ പോലെയുള്ള വാലുകളുള്ളത്, അതേപോലെ തന്നെ ഇവനും മനുഷ്യന്റെ ശരീരവും അരയുടെ താഴോട്ട് എല്ലാം തന്നെ ആ ഒരു നീരാളികളെ പോലെയാണുള്ളത്. ഇവരെല്ലാരും കൂടിയിട്ട് വലിയൊരു സൈന്യമായിട്ട് മാറിയിട്ട് ഇവരുടെ ഈ ഒരു ഇനത്തിന് തന്നെ അപകടകാരിയായിട്ടുള്ള ലൂവിനെ കൊല്ലുന്നതിനായിട്ട് പ്ലാൻ ചെയ്യാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഹീറോയിന്റെ വാല് കുറച്ച് വെട്ടി കളഞ്ഞിട്ട് ഏതാണ്ട് മനുഷ്യന്മാരെ പോലെ അവൾ നടക്കാൻ പഠിപ്പിച്ചിട്ട് അവൾക്ക് ഡാൻസ് കളിക്കാനും അങ്ങനെയുള്ള ട്രെയിനിങ് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ പ്ലാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇവളെ ഹീറോയിന്റെ അടുത്തേക്ക് വിട്ടിട്ട് ലൂവിനെ ഇവള് ലവ് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ വശീകരിച്ചെടുക്കണം. എന്നിട്ട് അവനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടിരണം. ആ ഒരു സമയത്ത് ഇവരുടെ കൊലയാളിയായിട്ടുള്ള നീരാളി അവനെ കൊന്നുകളയും. അതാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പ്ലാന്. ഇതെല്ലാം വിശദീകരിച്ചിട്ട് അവരുടെ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരുന്നത് നമ്മുടെ നീരാളി തന്നെയായിരുന്നു. ആ ഒരു സമയത്ത് അവിടെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്ന
ഒരു മത്സ്യകന്യക ചേച്ചി ഇതേപോലെ കൊന്നുകളയണമെന്ന് പറഞ്ഞിട്ട് വിഷം നിറച്ചിട്ടുള്ള ഒരു അമ്പ് നമ്മുടെ നീരാളിക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. അമ്പ് നെഞ്ചിൽ കയറിയ സമയത്ത് തന്നെ അവന്റെ വായ കൂടെ നൊരയും പതയും വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഊത് അടുപ്പിൽ ഊതുന്നവന്റെ ആസനത്തിലേക്ക് എന്റെ ഊതെന്ന് പറഞ്ഞിട്ട് അവൻ ബാക്കിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കോട്ടർ പൊട്ടിച്ച് വായിലൊഴിക്കുകയാണ്. അതേ സമയത്ത് തന്നെ നൊരയും പതയും വരലും നിന്നിട്ടുണ്ട്. ഈ ഒരു വിഷത്തിന്റെ മറുമരുന്ന് ആൽക്കഹോളാണ്. എല്ലാവരും ചേർന്നിട്ട് ലൂവിനെ കൊല്ലാനായിട്ടുള്ള ആ ഒരു പ്ലാൻ അംഗീകരിക്കുന്നുണ്ട്. എല്ലാവരും ഉറക്കെ ആർത്ത് വിളിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു സൈന്യം ഇവനെ കൊല്ലാനായിട്ട് ഉണ്ടാവുന്നുണ്ടെന്ന് പോലും അറിയാതെ നമ്മുടെ ഹീറോ അവന്റെ ബോർഡ് മെമ്പേഴ്സിനെ വെച്ചിട്ട് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രൊജക്ട് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളത് അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഒരു സായിപ്പ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പടത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മളൊരു ഡിവൈസ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, കടലിന്റെ അടിയിലേക്ക് ഇറക്കി വെച്ചിട്ട് മീനുകളൊക്കെ ഓടിക്കുന്ന ഒരു പ്രത്യേകതരം ഡിവൈസ്. ആ ഒരു ഡിവൈസിനെ പറ്റിയിട്ട് അയാൾ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്. മുൻപുണ്ടായിരുന്ന സോണാർ ഡിവൈസുകൾ ഇവർ അപ്ഡേറ്റ് ചെയ്തിട്ട് പുതിയ പവർഫുൾ ആയിട്ടുള്ള മെഷീൻസ് അവർ ഇറക്കിയിട്ടുണ്ട്. അതിന്റെ എക്സാമ്പിൾ കാണിക്കാനായിട്ട് ഒരു അക്വേറിയത്തില് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡ് ഫിഷിനെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു സോണാർ ഡിവൈസിന്റെ പ്രോട്ടോടൈപ്പ് മെല്ലെ ഇറക്കി കൊടുക്കുകയാണ്. ഡിവൈസ് ഓണാക്കിയ സമയത്ത് തന്നെ മീൻ കിടന്നിട്ട് വെപ്രാളത്തില് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട്. വെറും 3-4 സെക്കൻഡിനുള്ളിൽ അത് പൊട്ടിച്ചെതറാണ്. ഈ ഒരു കാര്യം കണ്ടിട്ടുള്ള നമ്മുടെ നാൻസി ആണെന്നുണ്ടെങ്കിൽ തല കറങ്ങുന്ന പോലെയൊക്കെ വരുന്നുണ്ട്. ഹീറോ ഇപ്പൊ അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളെ കെട്ടിപ്പിടിക്കാനൊക്കെ ശ്രമിക്കുകയാണ്. ഇവൻ ഈ ഒരു കാര്യത്തിൽ ഭയങ്കര സീരിയസ് എന്ന് പറഞ്ഞ സമയത്ത് നാൻസി ഇപ്പൊ അവനോട് പറയുന്നുണ്ട്, നീ ഞാനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, അതുകൊണ്ട് ഒരുപാട് എന്റെ അടുത്തേക്ക് വരണ്ടെന്ന് അവളിപ്പോ പറയുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറോ പണ്ട് ഒരുപാട് പാവപ്പെട്ട ഒരാളായിരുന്നു. അവിടെ നിന്ന് ബിസിനസ് ചെയ്തിട്ടാണ് ഈ ഒരു നിലയിൽ എത്തിയിട്ടുള്ളത്, ഇങ്ങനെ പണക്കാരനായിട്ടുള്ളത്. എന്നാൽ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ പണക്കാരുടെ പരമ്പരയിൽപ്പെട്ട ഒരാളാണ്. അവളുടെ കുടുംബ മഹാത്മ്യമൊക്കെ പറഞ്ഞിട്ട് അവളിപ്പോ തള്ളി മറിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നീ എന്താ ചെയ്തത്, അവളെ ഡാൻസ് കളിക്കാൻ വന്നിട്ടുള്ള ഒരു പെണ്ണിന്റെ അടുത്തേക്ക് പോരെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ എന്നെ തള്ളി വിട്ടിട്ട് നീ അവളുടെ അടുത്തേക്ക് പോയില്ലേ, പണ്ടത്തെ ശീലവും കൾച്ചറും ഒക്കെ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവളിപ്പോ അവനെ പുച്ഛിക്കുകയാണ്. ഇത് കേട്ടിട്ട് ദേഷ്യം വന്നിട്ടുള്ള നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഹീറോയിൻ കൊടുത്തിട്ടുള്ള ആ ഒരു നമ്പറിലേക്ക് അവളെ വിളിക്കുകയാണ്. 10 മിനിറ്റിനുള്ളിൽ റെഡി ആയിരിക്കെ, നിന്നെ കൂട്ടാനായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറയാണ്. ഇത് കേട്ട സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന മൊത്തം മർമെയ്ഡ് ഗ്രൂപ്പിനും ഒരുപാട് സന്തോഷമാവാണ്. അവൻ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവനെ ഇവിടെ വെച്ചിട്ട് തന്നെ കൊല്ലാലോ. ഇപ്പോ എല്ലാവരും അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുന്നുണ്ട്. നമ്മുടെ നീരാളി മനുഷ്യൻ വലിയൊരു കവണയുടെ മുകളിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. അതിപ്പോ ബാക്കോട്ടേക്ക് ടൈറ്റ് ആക്കിയിട്ട് അവനിപ്പോ അവിടുന്ന് പറന്നു പോവാണ്. വെള്ളച്ചാട്ടത്തിന്റെ ഉള്ളിൽ കൂടെ ഇവൻ ആ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് എത്തുന്നുണ്ട്. അവിടെയാണല്ലോ ഇവിടേക്കുള്ള ആ ഒരു എൻട്രൻസ്. വീട് പോലെ കെട്ടി വെച്ചിട്ടുള്ള ആ ഒരു സെറ്റപ്പ്, കയ്യില് ചുറ്റികയും കോടാലിയും അങ്ങനെ ഓരോരോ സാധനങ്ങൾ എടുത്തിട്ട് അവൻ അവിടെ തയ്യാറായിട്ട് തന്നെ നിൽക്കുകയാണ്. നമ്മുടെ ഹീറോയിനും ഒരുങ്ങി റെഡിയായിട്ട് വീടിന് പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ആഹാ, എന്നാ ഒരു ഭംഗി അവളെ കാണാൻ. എന്നാൽ അധികം വൈകാതെ ഇവള് നൈസായിട്ടൊന്ന് പ്ലിങ് ആവാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറോ ഡയറക്റ്റ് ആയിട്ടല്ലായിരുന്നു ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അവന്റെ 3 ബോഡി ഗാർഡ്സിനെ ഇവളെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് അങ്ങോട്ടേക്ക് അയച്ചിരിക്കുകയാണ്. അവരിപ്പോ ഹീറോയിനെ കൂട്ടിയിട്ട് പോവാണ്. ഇത് കണ്ട നമ്മുടെ നീരാളിയാണെന്നുണ്ടെങ്കിൽ വേഗം ഒരു ബാഗുമായിട്ട് ഷോർട്ട് കട്ടിലൂടെ പറന്ന് വന്നിട്ട് അവൾക്ക് ആ ഒരു ബാഗ് കൊടുക്കുന്നുണ്ട്. അരയ്ക്ക് താഴോട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗമൊക്കെ പുല്ലിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ആശാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ്. അത് പിന്നെ ഇതെന്റെ അങ്കിളാണ്, എനിക്ക് ഈ ഒരു ബാഗ് കൊണ്ടുതരാൻ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ അവൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇവന്റെ ഒരു ടെന്റക്കിൾസ് പുറത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ മുകളിലേക്ക് ഒരു ബോഡി ഗാർഡ് ചവിട്ടുന്നുണ്ട്. അതെന്താ സാധനം അറിയാൻ വേണ്ടിയിട്ട് അയാൾ ഇപ്പൊ കയ്യിലെടുക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ നമ്മുടെ നീരാളി പറയാണ്, ഞാൻ കടലിൽ പോയിട്ട് ചൂണ്ടയായിട്ട് ഒരു നീരാളിനെ പിടിച്ചിട്ടുണ്ട്, അതിനെ വറക്കാൻ കൊണ്ടുവന്ന വഴിയാണ്, അതിപ്പോ രക്ഷപ്പെടാൻ നോക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിക്കുന്നുണ്ട്. എന്നാ പിന്നെ അതിനെ ഇവിടെ വെച്ചിട്ട് തന്നെ കൊന്നാ പോരെ എന്ന് പറഞ്ഞിട്ട് ഒരു ബോഡി ഗാർഡ് കത്തിയായിട്ട് അത് വെട്ടിക്കളയാൻ ശ്രമിക്കുകയാണ്. തുരുമ്പ് പിടിച്ച കത്തിയായിട്ടാണോ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം മുറിക്കാൻ വരുന്നത്? ജീവനോടെ ഫ്രൈ ആക്കിയാൽ മാത്രമേ രസം ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് അതിനെ കൊല്ലണ്ടെന്ന് പറയാണ്. അതേ സമയത്ത് തന്നെ മറ്റൊരു ടെന്റക്കിൾസ് വേറൊരു ബോഡി ഗാർഡും പിടിച്ച് വലിക്കുന്നുണ്ട്. അല്ല, നിങ്ങൾക്കൊന്നും വേറെ പണിയൊന്നുമില്ലേ? ഈ ഒരു നീരാളിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ഇവിടുന്ന് പോയിക്കോ. ഈ ഒരു സമയത്ത് ഒരുത്തൻ ലൈറ്റർ എടുത്തിട്ട് അത് അവിടെ വെച്ചിട്ട് തന്നെ പൊരിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ നീരാളി മനുഷ്യൻ ചൂടായിട്ട് ഒരു വിധത്തില് അവരെ അവിടുന്ന് പറഞ്ഞയക്കുന്നുണ്ട്. ഹീറോയുടെ സ്ഥലത്തേക്ക് വന്ന ഹീറോയിൻ അവൾ ഇരിക്കുന്നതിന് തൊട്ടു മുന്നിലായിട്ട് ഒരു ഗ്ലാസ് വെള്ളം കാണുന്നുണ്ട്. ലൂയിപ്പ് അങ്ങോട്ടേക്ക് വരുന്നു വിചാരിച്ചിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് അവൾ വിഷം കലർത്തുന്നുണ്ട്. എന്നാൽ അങ്ങോട്ടേക്ക് വന്നത് ലൂവിന്റെ മാനേജർ ആയിരുന്നു. അയാൾ ഇപ്പൊ ആ ഒരു വെള്ളം എടുത്ത് കുടിക്കുകയാണ്. വെള്ളം കുടിച്ച സമയത്ത് തന്നെ അയാളുടെ വായിൽ നിന്നും നൊരയും പതയും വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവള് വേഷം കൊടുത്ത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പണിയാകുമെന്ന് വിചാരിച്ചിട്ട് അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന മദ്യക്കുപ്പി തുറന്നിട്ട് മാനേജറുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അയാളിപ്പോ ഓക്കെ ആവുന്നുണ്ട്. ലൂയി ഇവളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് നാൻസിയോടുള്ള ദേഷ്യത്തിന്റെ പുറത്തായിരുന്നു. ആ ഒരു കാര്യമൊക്കെ ആശാൻ മറന്നുപോയിട്ടുണ്ട്. മാനേജർ ഈ കാര്യങ്ങളെല്ലാം ഹീറോയിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പൊ ദേഷ്യം വന്നിട്ടുള്ള ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ അവന്റെ പുറകെ തന്നെ പോകുന്നുണ്ട്. ഹീറോ അവന്റെ എംപ്ലോയീസിനെ പോയിട്ട് ഇപ്പൊ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് അവനെ കൊല്ലാന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ വിഷം നിറച്ചിട്ടുള്ള ഒരുപാട് മുള്ളുകളുള്ള ഒരു ആയുധം പുറത്തെടുക്കുന്നുണ്ട്. അത് അവന് നേരെ എറിയാനായിട്ട് ഹീറോയിൻ കൈപോക്കാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഹാസ്ട്രേ എടുത്തിട്ട് ഹീറോ എംപ്ലോയീസിനോട് ദേഷ്യപ്പെട്ടിട്ട് വലിച്ചെറിയുന്നുണ്ട്. അത് നേരെ വന്ന് കൊണ്ടത് നമ്മുടെ ഹീറോയിന്റെ തലയിലായിരുന്നു. അപ്പൊ തന്നെ അവളുടെ ബോധം പോവാണ്. കുറെ സമയത്തിന് ശേഷമാണ് പുള്ളിക്കാരത്തേക്ക് ബോധം വന്നത്. നോക്കുമ്പോ ലൂ പാട്ടൊക്കെ വെച്ചിട്ട് അവിടെ കിടന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവള് വീണ്ടും അവനെ കൊല്ലുന്നതിനായിട്ട് കയ്യിലൊരു കത്തി എടുത്തിട്ട് അവന് നേരെ പാഞ്ഞു വരികയാണ്. എന്നാൽ ഹീറോ ഇപ്പൊ ഒരു ഗോൾഫ് ബാറ്റ് എടുത്തിട്ട് ചുമ്മാ ഇങ്ങനെ വീശുന്നുണ്ട്. അത് വീണ്ടും അവളുടെ തലയിൽ കൊണ്ടിട്ട് അവളുടെ ബോധം വീണ്ടും പോയിട്ടുണ്ട്. എന്നാൽ ഹീറോയിൻ ഇവിടേക്ക് വന്ന കാര്യം ഇപ്പോഴാണ് നമ്മുടെ ലൂ അറിഞ്ഞത്. നീ എന്തിനാ ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ നിങ്ങളുടെ ആൾക്കാർ വന്നിട്ട് എന്നെ കൂട്ടിയിട്ട് വന്നതാണ്. ഹീറോ ആണെങ്കിൽ നാൻസിയോടുള്ള ദേഷ്യത്തിനാണ് അങ്ങനെ പറഞ്ഞത്. എന്നാൽ ബോഡി ഗാർഡ്സ് പോയിട്ട് കൃത്യമായിട്ട് അവളെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ട്. ശരി, വന്നത് വന്നു, ഒരു 2 ലക്ഷം രൂപ കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവളുടെ കയ്യിലേക്ക് എടുത്ത് കൊടുക്കുകയാണ്. എന്നാൽ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പൈസ എടുത്തിട്ട് വലിച്ചെറിയാണ്. എനിക്ക് പൈസയൊന്നും വേണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. പൈസ അല്ലെങ്കിൽ പിന്നെ നിനക്ക് എന്താണ് വേണ്ടത്? അത് പിന്നെ എനിക്ക് ഈ ഒരു നാട്ടിലെ നല്ലൊരു ചിക്കൻ കട അറിയാം, അവിടെ പോയിട്ട് നമുക്ക് ചിക്കൻ
ചിക്കൻ കഴിച്ചാലോ? ഇവളെ ഒഴിവാക്കാനായിട്ട് വേറൊരു വഴിയും കാണാത്തോണ്ട് തന്നെ ഹീറോ ഇപ്പോൾ അതിന് സമ്മതിക്കുകയാണ്. അവളെയും കൂട്ടിയിട്ട് ആ ഒരു കടയിലേക്ക് പോകുന്നുണ്ട്. കടയ്ക്ക് മുന്നിലെത്തിയ സമയത്ത് നമുക്കുള്ള ചിക്കൻ ഞാൻ ഓർഡർ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ പോകുന്നുണ്ട്. എന്താ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ തെരുവിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിക്കണോ എന്ന് ആലോചിച്ചിട്ട് തുടക്കത്തിൽ ചെറിയൊരു മടിയൊക്കെ വരുന്നുണ്ട്. എന്നാൽ ഒരു പ്രാവശ്യം ടേസ്റ്റ് ചെയ്ത് നോക്കിയതിനു ശേഷം അവനത് നിർത്താനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അന്ന് രാത്രി വരെ അവിടെ ഇരുന്നിട്ട് ബക്ക് നടിച്ച് കയറ്റുകയാണ്. നമ്മുടെ ലൂ ആണെങ്കിൽ പാവപ്പെട്ടവനായിട്ട് ജനിച്ചിട്ട് പണക്കാരനായി മാറിയതുകൊണ്ട് തന്നെ ഇവന്റെ ചെറുപ്പത്തിൽ നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവനിപ്പോ ഓർമ്മ വരികയാണ്. ഇവന്റെ അച്ഛൻ ഇവന് വേണ്ടിയിട്ട് ലെഗ് പീസ് എല്ലാം വാങ്ങിച്ചുകൊണ്ടിരുന്ന കാര്യം ആലോചിച്ചിട്ട് പട്ടി മോങ്ങുന്ന പോലെ അവിടെ ഇരുന്ന് മൂങ്ങാണ്. ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് അവൻ അവിടുന്ന് പോവാൻ നിൽക്കുന്ന സമയത്ത് അവൻ ഹീറോയിനായിട്ട് $1 മില്യൺ ഒരു ചെക്ക് എഴുതി കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കണേ. വീഡിയോ ഇതുവരെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കാനും മറക്കണ്ട. അപ്പൊ നമ്മൾ എവിടെയായിരുന്നു നിർത്തിയത്? എന്താ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ അത് നേരെ എടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന തീയിൽ കൊണ്ടിട്ടാണ്. നിനക്ക് പൈസയും വേണ്ടേ, പിന്നെ നിനക്ക് എന്താ വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയിന്റെ നേരെ നോക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇവന് ഓഫീസിൽ വെച്ചിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നല്ലേ, ആ ഒരു പാട്ട് ഇവൾ നൈസായിട്ട് പാടുകയാണ്. ഹീറോയും ആ ഒരു പാട്ട് പാടാൻ തുടങ്ങിയിട്ടുണ്ട്. വളരെ മെലോഡിയസ് ആയിട്ട് തുടങ്ങിയിട്ടുള്ള പാട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തോ റാപ്പ് സോങ് പാടുന്ന പോലെ ഭയങ്കര തീക്ഷ്ണമായിട്ടാണ് ഇവർ പാടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് ഇവളുമായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ അത് നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. പിന്നെ ഇവർ പല സ്ഥലത്തേക്ക് കറങ്ങാനായിട്ട് പോകുന്നുണ്ട്, പലതരം റൈഡുകളുടെ മുകളിൽ കയറുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുമിച്ച് വെള്ളം അടിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു രാത്രി മുഴുവനും ഇവർ കൂത്തടിച്ചിട്ട് ഹീറോയിനെ വീട്ടിൽ കൊണ്ടുവിടാനായിട്ട് വരാണ്. നടന്നു വരുന്ന സമയത്ത് അവൻ അവളുടെ കയ്യിൽ പിടിച്ചപ്പോ അവളും ചെറുതായിട്ടൊന്ന് ഇമോഷണൽ ആവാണ്. അവളിപ്പോ അവന്റെ മുഖത്തേക്ക് മെല്ലെ നോക്കുകയാണ്. വീട്ടിലെത്തിയ സമയത്ത് തന്നെ അവൾ അവളുടെ ഷർട്ട് മെല്ലെ അഴിക്കുന്നുണ്ട്. അകത്തേക്ക് വന്നു പറഞ്ഞിട്ട് അവനെ വശീകരിച്ച് വിളിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ലൂവിനെ കൊല്ലാനായിട്ട് നമ്മുടെ ടീംസ് റെഡിയായിട്ട് അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഹീറോയിന് പെട്ടെന്ന് മൈൻഡ് മാറാണ്. അവൾ അകത്തേക്ക് കയറിയിട്ട് ആ ഒരു വാതിൽ അടയ്ക്കുന്നുണ്ട്. വീടിന്റെ ഉള്ളിലേക്ക് കയറിയ സമയത്ത് ലൈറ്റ് ആയിട്ടൊരു സ്പേസ് എന്നുണ്ടെങ്കിൽ തലേ കയറി ഇരിക്കാൻ നോക്കുകയാണോ? നമുക്ക് നാളെ ഒന്നുകൂടി മീറ്റ് ചെയ്യാന്ന് ഹീറോയിനെ ഇപ്പോൾ വിളിച്ചു പറയുന്നുണ്ട്. ഹീറോയും ചിരിച്ചിട്ട് അവിടുന്ന് പോവാണ്. ഇത് കേട്ടിട്ട് ദേഷ്യം വന്നിട്ടുള്ള ഒക്ടോബസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ അലറി വിളിക്കുകയാണ്. ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് നീ അത് കളഞ്ഞു പൊളിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയിനെ അവൻ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. ഇപ്പൊ ഹീറോയിനും പറയാണ്, എനിക്ക് ഒരാളെ കൊല്ലാനൊന്നും പറ്റില്ല, അതുപോലെ തന്നെ ആരെയും പറ്റിക്കാനും പറ്റില്ല, എന്നെ വിട്ടേക്ക്, ഞാൻ ആ ഒരു ടൈപ്പ് ആളൊന്നുമല്ല. ഇതേ സമയത്ത് തന്നെ ഹീറോയിന്റെ ഫോണിലേക്ക് ഹീറോ വിളിക്കുകയാണ്. നാളെ നിന്നെ ഞാൻ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവനിപ്പോ പറയുന്നുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ നമ്മുടെ മർമേഡ് ഗ്രൂപ്പിന് ഭയങ്കര സന്തോഷമാണ്. നാളെ തീർച്ചയായിട്ടും അവിടെ വെച്ച് തന്നെ അവനെ കൊന്നു കളയണമെന്ന് അവർ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഹീറോ അവളെയും വിളിച്ച് ഒരു ഹോട്ടലിലേക്ക് പോവാണ്. ഇവരവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ നീരാളി അവിടേക്ക് വരികയാണ്. ഒരു ഷെഫിന്റെ വേഷത്തിലായിരുന്നു അവൻ വന്നിട്ടുണ്ടായിരുന്നത്. വലിയൊരു പാന്റ് എല്ലാം ഇട്ടിട്ട് അവന്റെ ടെന്റക്കിൾസ് എല്ലാം അവൻ മറച്ചിട്ടുണ്ടായിരുന്നു. ഹീറോയും ഇപ്പൊ അവനെ തന്നെ നോക്കുന്നുണ്ട്. ഇവനെ കണ്ടതും നീരാളി ഭയങ്കര ദേഷ്യത്തോടെ അവന്റെ കൈകളെല്ലാം പുറത്തേക്ക് വിരിക്കുകയാണ്. എല്ലാ കൈകളിലും ഒരുപാട് ആയുധങ്ങൾ ഉണ്ടായിരുന്നു. ഹീറോയിനും ഇപ്പൊ ഇത് കണ്ടിട്ട് നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. എന്നാൽ കറക്റ്റ് ആയിട്ട് അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിന്റെ ബോഡി ഗാർഡ്സ് അവിടേക്ക് കയറി വരികയാണ്. പേടിച്ചു പോയിട്ടുള്ള നീരാളി ആണെന്നുണ്ടെങ്കിൽ അവന്റെ ടെന്റക്കിൾസ് എല്ലാം ഇപ്പൊ വാരിക്കൂട്ടി പിടിക്കുന്നുണ്ട്. എന്റെ അങ്കിൾ ഇങ്ങനെ തന്നെയാണ്, മാജിക് കാണിക്കുന്നു പറഞ്ഞിട്ട് ഇതേപോലത്തെ ഓരോരോ പൊട്ടത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൾ ഒരു വിധത്തിൽ ആ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യുന്നുണ്ട്. ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നീരാളിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ്, അതിന്റെ ടെന്റക്കിൾസ് ആണിത്, അല്ലാതെ എന്റെ ടെന്റക്കിൾസ് ഒന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ട് അവനിപ്പോ പഴയ കഥ തന്നെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടോണ്ടിരുന്ന മറ്റു 2 ഷെഫുകൾ അങ്ങോട്ടേക്ക് ഓടി വരാണ്. എന്നിട്ട് ഇവന്റെ ഓരോരോ ടെന്റക്കിൾസും പിടിച്ചിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. തലയിൽ കൂടെ തീ പറക്കുന്ന വേദന ഉണ്ടെങ്കിലും നമ്മുടെ നീരാളിക്ക് ആ ഒരു എക്സ്പ്രഷൻ ഒന്നും പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. അവനിങ്ങനെ കടിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരുത്തനാണെങ്കിൽ ചപ്പാത്തി കോലുകൊണ്ട് ആ ഒരു ടെന്റക്കിൾസ് അടിച്ച് പരത്താണ്. മറ്റവൻ ബാക്കി ഉണ്ടായിരുന്ന ടെന്റക്കിൾസ് മെല്ലെ മെല്ലെ വെട്ടി സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇവന്മാരെന്നെ മൊത്തത്തിൽ പൊരിച്ചു തിന്നെന്ന് മനസ്സിലാക്കിയുള്ള നമ്മൾ നീരാളി ഇപ്പൊ വായിൽ നിന്നും കുറച്ച് മഷിയൊക്കെ തുപ്പിയിട്ട് അവിടുന്ന് നൈസായിട്ട് എസ്കേപ്പ് ആവുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടുന്ന ഹീറോയും അവന്റെ ബോഡി ഗാർഡ്സും എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ അങ്ങനെ ഹീറോയിനെ നോക്കുകയാണ്. അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എന്റെ അങ്കിളിന് ചെറിയ മാജിക്കിന്റെ അസ്കീത ഉണ്ടെന്ന്, അതാണ് പുള്ളി മാജിക് ഒക്കെ കാണിച്ചിട്ട് ഇവിടുന്ന് വാനിഷ് ആയെന്ന് പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് ലൂ ഒരു മോതിരം പുറത്തെടുക്കുകയാണ്. അതിപ്പോ ഹീറോയിന്റെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വിൽ യു മാരി മീ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയേണ്ടതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവളിപ്പോ അതൊരിക്കലും നടക്കില്ല, എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാണ്. എന്നാൽ അവളത് പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഹീറോ കയറിയിട്ട് അവളെ കിസ് ചെയ്യാണ്. ഈ ഒരു സീനിലേക്കാണ് നമ്മുടെ നാൻസി കയറി വരുന്നത്. എനിക്ക് ആദ്യം അറിയായിരുന്നു നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവളും ഇപ്പൊ ദേഷ്യപ്പെടുകയാണ്. ഇതിനിടയിൽ നമ്മുടെ ഹീറോയിൻ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. ഹീറോ ഇപ്പോ അവളെ കൺവിൻസ് ചെയ്യാനായിട്ട് അവളുടെ പുറകെ തന്നെ പോവാണ്. ഇവിടെ വീട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നീരാളി കാലിൽ കെട്ടൊക്കെ കെട്ടി കിടക്കയിൽ അങ്ങനെ കിടക്കുകയാണ്. കുറച്ചും കൂടി സമയം അവിടെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ബാക്കിയുള്ള ടെന്റക്കിൾസും കൂടി ഇവന്മാരെല്ലാം കൂടി വെട്ടി എരിഞ്ഞാനേ. അവനിപ്പോ ഒരു പാന്റ് എടുത്ത് ഇടുന്നുണ്ട്. ടെന്റക്കിൾസ് പകുതി ഇല്ലാത്തതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് അത് ഫിറ്റ് ആവാണ്. എന്നാൽ ഫ്രണ്ടിൽ കൂടി ഒരു ടെന്റക്കിൾസ് അങ്ങനെ നീണ്ടു വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഹീറോയിനും അവിടേക്ക് എത്തിയിട്ടുണ്ട്. വില്ലനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരാണ്. ചത്തോന്നറിയാൻ വന്നതാണോടി, നിനക്ക് അവന് ഇഷ്ടമായിട്ടില്ലേ, അതുകൊണ്ടല്ലേ അവനെ കൊല്ലാൻ സമ്മതിക്കാത്തത്? മറുപടി ഒന്നും പറയാൻ പറ്റാതെ ഹീറോയിൻ അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് ആരോ വാതിലിന് മുട്ടുന്ന ശബ്ദം കേൾക്കാണ്. വാതിൽ തുറന്നു നോക്കുമ്പോൾ അത് നമ്മുടെ ലൂ ആയിരുന്നു. വിശന്ന് കിടന്ന സിംഹത്തിന്റെ മുന്നിലേക്ക് കയറി ചെന്ന പോലെ എല്ലാരും കൂടിയിട്ട് അവനിപ്പോ തട്ടിക്കൂട്ടി പാഴ്സലാക്കാണ്. നേരെ ഇവരുടെ ആ ഒരു കപ്പലിന്റെ ഉള്ളിലേക്ക് കൊണ്ടിരുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ഹീറോയിന്റെ കിളി പോവാണ്. നീ ആ ഒരു സോണാർ ഡിവൈസ് വെച്ചിട്ട് ഞങ്ങളെല്ലാം കൊല്ലാൻ നോക്കായിരുന്നില്ലേ? നീ കാരണമാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഇത്രയും പേര് ഇവിടെ നരകിച്ച് കിടക്കുന്നത്. അതുകൊണ്ട് നിന്നെ ഇവിടെ വെച്ചിട്ട് തന്നെ കൊല്ലാൻ
കൊല്ലാൻ പോവാന്ന് ഒക്ടോപ്പസ് ഇപ്പൊ പറയുന്നുണ്ട്. എന്നാൽ ഹീറോ പറയാണ് ഒരു മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യേ. കടലിനുള്ളിൽ വെച്ചിട്ടുള്ള ആ ഒരു ഡിവൈസ് പുറത്തെടുക്കണ്ടേ? എന്നെ കൊന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ നിങ്ങൾക്ക് പുറത്തെടുക്കാൻ പറ്റുക? അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്തിന് മെർമേഡുകളുള്ള കാര്യം പോലും എനിക്ക് അറിയില്ല. ഞാൻ പോയിട്ട് ആ ഒരു ഡിവൈസ് പുറത്തെടുക്കാന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഇവരുടെ കൂടെയുള്ള കുറച്ച് ആളുകൾക്കെങ്കിലും കാര്യം പിടികിട്ടിയിട്ടുണ്ട്. ഇവനില്ലാതെ ആ ഒരു ഡിവൈസ് പുറത്തെടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇവനെ വിട്ടയക്കാനായിട്ട് പറയാണ്. എന്നാൽ നമ്മുടെ നീരാളിയാണെന്നുണ്ടെങ്കിൽ അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ലൂവിനെ ഇവിടെ വെച്ചിട്ട് തന്നെ കൊല്ലണമെന്ന് പറഞ്ഞിട്ട് നീരാളി ഇപ്പൊ വാശി പിടിക്കുകയാണ്. അവന്റെ ടെന്റക്കിൾസ് ഹീറോയിന്റെ കഴുത്തിലേക്ക് ചുറ്റിയിട്ട് അത് നല്ല രീതിയിൽ വരിഞ്ഞു മുറുക്കി അവനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോ. എന്നാൽ കറക്റ്റ് ആയിട്ട് ആ ഒരു സമയത്ത് തന്നെ ഹീറോയിന് ഒരു കത്തി എടുത്തിട്ട് വില്ലിന്റെ ടെന്റക്കിൾസ് വെട്ടിക്കളഞ്ഞിട്ട് നമ്മുടെ ലൂവിനെ അവിടുന്ന് രക്ഷിച്ചിട്ട് പുറത്തേക്ക് വിടുകയാണ്. അവരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു. ഇതേപോലെ മെർമേഡുകൾ എന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി കൊല്ലാൻ നോക്കിയെന്നൊക്കെ അവനിപ്പോ പരാതി പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പോലീസുകാർ കിടന്ന് ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവൻ പറയുന്ന ഒന്നും അവർ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. റിയാലിറ്റിയിൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെ നിങ്ങളോട് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമോ? അത് തന്നെയാണ് പോലീസുകാരുടെ അവസ്ഥ. ഇവൻ പറയുന്ന കാര്യം കേട്ടിട്ട് അവർ ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ്. ഹീറോ ഇപ്പൊ നേരെ അവന്റെ ഓഫീസിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവന്റെ മാനേജറോടും ഈ കാര്യം പറയാണ്. മാനേജർ ആണെങ്കിൽ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അവന്റെ ഫോൺ എടുക്കുന്നുണ്ട്. മാനേജർ നേരെ വിളിച്ചത് മെന്റൽ ഹോസ്പിറ്റലിലേക്കാണ്. ലൂയിക്ക് പ്രാന്തായി എന്നൊക്കെ അയാൾ ഇപ്പൊ വിളിച്ചു പറയുന്നുണ്ട്. ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരാണ്. ഇവനെ ഈ പറയുന്ന കാര്യം ആരും വിശ്വസിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൻ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ നാൻസി അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. ഹീറോ ഇപ്പൊ ഓടിപ്പോയിട്ട് അവളെ കെട്ടിപ്പിടിക്കുകയാണ്. നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അവനിപ്പോ നാൻസിനോട് പറയുന്നുണ്ട്. ഇപ്പൊ നാൻസി പറയുന്നുണ്ട്, നീ അറിഞ്ഞ കാര്യം വളരെ ചെറുതാണ്, ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിനക്ക് അറിയാത്തതായിട്ട് ബാക്കിയുണ്ട്. ഇപ്പൊ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ അവള് ചെയ്തത് ആലോചിച്ചിട്ട് ഒരുപാട് വിഷമിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആളുകള് നമ്മളിനി എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ്. നീരാളി പറയുന്നുണ്ട്, നമ്മളെ കൊല്ലാനായിട്ട് ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നത് വരെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കാം, അതല്ലാതെ ഇനി വേറൊന്നും ചെയ്യാനില്ല എന്ന് പറയാണ്. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിഷമാവുന്നുണ്ട്. അവളൊരു കത്തി എടുത്തിട്ട് സ്വന്തം കുത്തി മരിക്കാൻ നോക്കുകയാണ്. എന്നാൽ നമ്മുടെ മുത്തശ്ശി അവരുടെ വാലുകൊണ്ട് ആ ഒരു കത്തി തട്ടി തെറിപ്പിക്കുന്നുണ്ട്. പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല വായില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? നിന്റെ ഉള്ളിലുള്ള ആ ഒരു പ്രണയം കൊണ്ടാണ് നീ അവനെ കൊല്ലാൻ സമ്മതിക്കാതിരുന്നത്. പണ്ട് രണ്ടാം ലോക മഹായുദ്ധം നടന്ന സമയത്ത് നമ്മുടെ ഈ ഒരു വംശം മുഴുവനായിട്ട് നശിച്ചു പോകേണ്ടതായിരുന്നു. അന്ന് എന്നെ സ്നേഹിച്ച ഒരാളാണ് നമ്മളെ മുഴുവനും രക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേ സമയത്ത് തന്നെ നാൻസി കുറച്ച് ഹോട്ടായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് അവളുടെ ബെഡിൽ അങ്ങനെ കിടക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ലൂ ആണെന്നുണ്ടെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ലാപ്ടോപ്പിൽ മെർമേഡ്സിനെ പറ്റിയിട്ട് ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിയൽ ആയിട്ട് മെർമേഡ്സ് ഈ ഒരു ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം നമ്മുടെ ഹീറോയ്ക്ക് അവനെ കൊണ്ട് ഉൾക്കൊള്ളാനേ സാധിക്കുന്നുണ്ടായിരുന്നില്ല. തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നാൻസി ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് അവനിപ്പോ മെല്ലെ വന്ന് അവളുടെ കാലിൽ പിടിക്കുകയാണ്. ഈ ഒരു സമയത്ത് നാൻസിയും കുറച്ച് എക്സ്പ്രഷൻ ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ഹീറോയെ പ്രതീക്ഷയോടെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നാൽ അവൻ അവളുടെ കാലെടുത്ത് മാറ്റിയിട്ട് അടിയിലുണ്ടായിരുന്ന ജാക്കറ്റും എടുത്തിട്ട് അവിടുന്ന് പോവുകയാണ്. വേറെ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്ന നാൻസി ഇപ്പൊ നൈസായിട്ട് പ്ലിങ് ആയിട്ടുണ്ട്. ഹീറോ നേരെ പോയത് ആ ഒരു സോണാറൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന അവരുടെ ലാബിലേക്കാണ്. അവിടെ ചെന്ന ഉടനെ തന്നെ അവൻ അവിടുത്തെ എഞ്ചിനീയേഴ്സിന്റെ അടുത്ത് വിളിച്ച് പറയുന്നുണ്ട്, ആ സോണാർ ഡിവൈസ് എന്റെ മേത്തേക്ക് അടിക്കേ. ആ ഒരു ഫീൽ എനിക്ക് അറിയണമെന്ന് അവൻ പറയാണ്. അവരെല്ലാരും അത് അപകടമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഹീറോ അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. അതിനായിട്ട് പ്രത്യേകം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ചേംബറിലേക്ക് ഹീറോ ഇപ്പൊ കയറി നിൽക്കുകയാണ്. എഞ്ചിനീയേഴ്സും ആ ഒരു ഡിവൈസ് ഓൺ ചെയ്യുന്നുണ്ട്. ഡിവൈസ് ഓൺ ആയ സമയത്ത് തന്നെ അതിൽ നിന്നും ഒരുപാട് സൗണ്ട് വേവ്സ് പുറത്തേക്ക് വരികയാണ്. അത് ലൂവിന്റെ ശരീരത്തിലേക്ക് അതിശക്തമായിട്ട് തന്നെ അടിക്കുന്നുണ്ട്. വെറും 2-3 മിനിറ്റിനുള്ളിൽ അവൻ ഛർദ്ദിച്ച് അവിടെ വീഴാണ്. കടലിൽ വെച്ചിട്ടുള്ള ആ ഒരു സോണാർ ഡിവൈസിനെക്കാട്ടിലും 10 മടങ്ങ് കുറച്ച് പവറാണ് ഈ ഒരു സോണാർ ഡിവൈസിനുള്ളത്. എന്നിട്ടും വെറും 10 സെക്കൻഡിന്റെ ഉള്ളിൽ അവനിങ്ങനെ വീഴണമെന്നുണ്ടെങ്കിൽ കടലിൽ വെച്ചിട്ടുള്ള ആ ഒരു ഡിവൈസുകൾ എന്തോരം ഡേഞ്ചറസ് ആയിരിക്കും. ഹീറോ ഇപ്പൊ നേരെ പോയിട്ട് അവന്റെ ബോർഡ് മെമ്പേഴ്സിനോട് സംസാരിക്കുന്നുണ്ട്. കടലിൽ വെച്ചിട്ടുള്ള എല്ലാ ഡിവൈസുകളും നമുക്ക് ഓഫ് ആക്കണം, അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമെന്നൊക്കെ അവനിപ്പോ പറഞ്ഞു നോക്കുന്നുണ്ട്. എന്നാൽ ബോർഡിലുണ്ടായിരുന്ന ഒരു മെമ്പർ പോലും അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ആ ഡിവൈസ് ഓഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഡോൾഫിൻസ് ആ ഒരു ഏരിയയിലേക്ക് തിരിച്ചു വരും. അങ്ങനെ ഇവരുടെ പെർമിറ്റ് ക്യാൻസൽ ആവും. ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പൈസ മുഴുവനും നഷ്ടത്തിലാവുമെന്ന് ഹീറോയിനോട് അവർ പറയുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ നമ്മുടെ നാൻസി അങ്ങോട്ടേക്ക് നടന്നു വരുന്നുണ്ട്. ഇവൻ പറയുന്ന കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു ഡിവൈസ് എത്രയും പെട്ടെന്ന് ഓഫ് ചെയ്യുന്നു പറയാണ്. നാൻസി വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി കൂടിയിട്ട് ആ ഒരു ഡിവൈസുകളെല്ലാം തന്നെ ഇപ്പോ ഷട്ട് ഡൗൺ ചെയ്യാണ്. എല്ലാം ഓഫ് ആക്കി കഴിഞ്ഞപ്പോ നാൻസി അവനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇതിപ്പോ എന്തിനാ ഓഫ് ചെയ്യണമെന്ന് പറയുന്നത്? ഹീറോ പറയാണ്, നമ്മൾ കടലിന്റെ സന്തുലിതാവസ്ഥ മുഴുവനായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കടലിന്റെ അടിയിലുള്ള ജീവികൾക്കൊന്നും അവിടെ ജീവിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ലേലത്തിൽ വാങ്ങിയിട്ടുള്ള ആ ഒരു സ്ഥലത്തിനടുത്തായിട്ട് ഒരു പഴയ കപ്പൽ കണ്ടിട്ടില്ലേ? ഈ ഡിവൈസുകളെ ഭയന്നിട്ട് അവിടെ ഒരു കൂട്ടം മെർമേഡുകളുണ്ട്. ഇത് ഓഫാക്കിയാൽ മാത്രമേ അവർക്ക് നോർമലായിട്ട് ജീവിക്കാൻ സാധിക്കൂ. അങ്ങനെയുള്ള എല്ലാ സത്യവും ഹീറോയിൻ ഇപ്പൊ നാൻസിയോട് പറയാണ്. ഇത് കേട്ട സമയത്ത് തന്നെ അവൾ ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവളിപ്പോ നടന്നിട്ട് ആ ഒരു ലാബിന്റെ ഉള്ളിലേക്ക് പോവാണ്. വളരെ രഹസ്യമായിട്ട് പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു ഭാഗത്തേക്ക് നാൻസി ഇപ്പോ ഹീറോയും കൂട്ടി പോകുന്നുണ്ട്. നോക്കുന്ന സമയത്ത് മരിച്ചു പോയിട്ടുള്ള 2 മെർമേഡുകളെ വെച്ചിട്ട് ഇവര് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ഹീറോ ഞെട്ടി പോകുന്നുണ്ട്. നാൻസി ഇപ്പൊ പറയാണ്, മെർമേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിന് അറിയാത്ത ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്പീഷീസ് ആണ്. അവരുടെ DNA-യിൽ നിന്നും നമുക്ക് കുറെ കാര്യങ്ങൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല ജനറ്റിക് ബയോളജിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുവഴി ഒരുപാട് പൈസ ഉണ്ടാക്കാന്ന് പറയാണ്. നാൻസി ഹീറോ പറയുന്നൊന്നും കേൾക്കാതെ നേരെ ഒരു 4-5 ബോട്ടില് കമ്പും കോടാലിയും തോക്കും അങ്ങനെ ഒരുപാട് ആയുധങ്ങളുമായിട്ട് നേരെ ആ ഒരു പഴയ കപ്പലിലേക്ക് പോവാണ്. കയറുകളൊക്കെ ഇട്ടിട്ട് കപ്പലിന്റെ ഉള്ളിലേക്ക് എല്ലാവരും ഇപ്പൊ ഇറങ്ങുന്നുണ്ട്. എന്നാൽ ആ ഒരു സ്ഥലം ഇപ്പൊ കാലിയായിരുന്നു. ഒരാൾ മാത്രം ഒരു ടോർച്ച് ലൈറ്റ് എടുത്തിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് ചാടി നോക്കാണ്. ഉള്ളില് ഒരുപാട് മെർമേഡ്സ് കപ്പലിന്റെ അടിഭാഗത്ത് ഒളിച്ചിരിക്കുകയാണ്. ഈ ഒരു കാര്യം കണ്ട സമയത്ത് തന്നെ അവൻ മോളിൽ വന്നിട്ട് സിഗ്നൽ കൊടുക്കുകയാണ്. ഇപ്പൊ നാൻസി വെള്ളത്തിലേക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് ഓർഡർ കൊടുക്കുന്നുണ്ട്.
ഉടനെ തന്നെ നാൻസിയുടെ ടീം ആ ഒരു വെള്ളത്തിലേക്ക് തുരുതുരാന്ന് വെടിവെക്കുന്നുണ്ട്. വെള്ളത്തിന്റെ അടിത്തട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്ന മെർമെയ്ഡ്സിന്റെ മുകളിലേക്കൊക്കെ ബുള്ളറ്റുകൾ ഇപ്പൊ തറച്ചു കയറാണ്. ഈ ഒരു സ്ഥലം തന്നെ ഒരു രക്തപ്പുഴയായി മാറിയിട്ടുണ്ട്. അങ്ങനെ കുറെ നേരം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ചാടി രക്ഷപ്പെടാനായിട്ട് ചില മെർമെയ്ഡ്സ് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ മേലേക്ക് വരുന്ന എല്ലാ മെർമെയ്ഡ്സിനെയും അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന ആളുകളെ കത്തിയും കോടാലേക്ക് വെച്ചിട്ട് വെട്ടി പീസാക്കാണ്. അത് മാത്രമല്ല ചില മെർമെയ്ഡുകളെ സാമ്പിളായിട്ട് ജീവനോടെ തന്നെ പിടിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ നാൻസിയെ തടുക്കണം എന്ന് പറഞ്ഞിട്ട് അവന്റെ അസിസ്റ്റന്റിന്റെ കാർ എടുത്തിട്ട് ആ ഒരു കപ്പലിന്റെ അടുത്തേക്ക് വരികയാണ്. എന്നാൽ അവനിപ്പോ ഒരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയിനെ കഴുത്തിലൊരു കുരുക്കിട്ടിട്ട് കരയ്ക്ക് വലിച്ചു കയറ്റാണ്. അവരിപ്പോ അവളെയും കൊല്ലാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ടീം വന്നിട്ട് കത്തിയും അരുവാളൊക്കെയായിട്ട് അവളെയും വെട്ടാൻ തുടങ്ങുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ഒരുപാട് വെള്ളം ഇവർ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് സുനാമി പോലെ തെറിച്ചു വരുന്നുണ്ട്. എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ മുത്തശ്ശി അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശിയുടെ വാല് വലിയ വാലായിരുന്നു. വെള്ളത്തിന്റെ ഉള്ളില് പല മാജിക്കുകളും അവർ കാണിക്കാറുണ്ട്. ആ ഒരു വാല് വെച്ചിട്ട് അങ്ങോട്ടൊരാട്ട് ഇങ്ങോട്ടൊരാട്ട് സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും വെള്ളം അടിച്ചിട്ട് തെറിച്ചു പോവാണ്. ഇതേ സമയത്ത് തന്നെ മറ്റൊരുത്തൻ ഒരു ഗ്രനേഡ് നമ്മുടെ മുത്തശ്ശിക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. മുത്തശ്ശിയും ആ ഒരു ഗ്രനേഡിന്റെ പവറിൽ കപ്പലിന് പുറത്തേക്ക് തെറിച്ച് വീഴാണ്. പുറത്തെ വെള്ളത്തിൽ വീണിട്ടുണ്ടായിരുന്ന മുത്തശ്ശിക്ക് അവിടെ ഇപ്പൊ സോണാറിന്റെ വേവ്സ് ഒന്നുമില്ല, ഇവിടെ സേഫ് ആണെന്ന് മനസ്സിലാവാണ്. ഉടനെ തന്നെ എല്ലാവരോടും പുറത്തേക്ക് ചാടി വരാൻ പറയുന്നുണ്ട്. ഒരു വിധത്തിൽ സർവൈവ് ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാ മെർമെയ്ഡ്സും ഇപ്പോ പുറത്തേക്ക് ചാടി വരാണ്. എന്നാൽ നാൻസിയുടെ ടീമാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു പോകുന്ന ഒരൊറ്റ ജീവൻ പോലും ബാക്കിയാവരുതെന്ന് പറഞ്ഞിട്ട് വെള്ളത്തിലേക്ക് വീണ്ടും തുരുതുരാന്ന് വെടിവെക്കുന്നുണ്ട്. അതിൽ ഒരുത്തനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിനെ ലക്ഷ്യം വെച്ചിട്ട് വലിയൊരു അമ്പയക്കുന്നുണ്ട്. അത് കറക്റ്റ് ആയിട്ട് വന്നിട്ട് നമ്മുടെ ഹീറോയിന്റെ വാലിൽ കുത്താണ്. ഹീറോയിൻ ഇപ്പൊ അതും വലിച്ചിട്ട് വെള്ളത്തിൽ ഒരു വിധത്തിൽ മാനേജ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. എന്നാൽ ആ ഒരു സമയത്തേക്കും നാൻസി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവള് ഹെലികോപ്റ്ററിൽ നിന്നിട്ട് ഒരു റോക്കറ്റ് ലോഞ്ചർ ഉപയോഗിച്ചിട്ട് ഹീറോയിന്റെ നേരെ ഷൂട്ട് ചെയ്യാണ്. ആ ഒരു ബ്ലാസ്റ്റിൽ നമ്മുടെ ഹീറോയിൻ വെള്ളത്തിൽ നിന്നും തെറിച്ച് കരയിലേക്ക് വന്ന് വീഴാണ്. ഉടനെ തന്നെ നാൻസിയുടെ ആളുകള് അവളെ കൊല്ലുന്നതിനായിട്ട് അവളുടെ ചുറ്റും വന്ന് നിൽക്കുകയാണ്. ഇവിടെ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഡെലിവറി ചെയ്യുന്ന ഒരു ലേഡീന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. നീ ഇപ്പൊ ഈ ഒരു ബൈക്ക് എനിക്ക് തരികയാണെന്നുണ്ടെങ്കിൽ അതിന് പകരം നിനക്ക് $10 മില്യൺ തരാന്നൊക്കെ പറയുന്നുണ്ട്. ഇവൻ എന്തോ പ്രാന്താന്ന് വിചാരിച്ചിട്ട് ആ ഒരു പെണ്ണ് അവളുടെ വണ്ടി കൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. എന്നാൽ ഇതിന്റെ ഇടയിൽ ആരോ ചിരിക്കുന്ന ഒരു ശബ്ദം നമ്മുടെ ഹീറോ കേൾക്കുകയാണ്. നോക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് സീനിൽ കണ്ടിട്ടുള്ള നമ്മുടെ കിറുക്കനാണ്. $10 മില്യൺ വേണ്ടിയിട്ട് നീ ആ ഒരു സ്കൂട്ടറാണ് വാങ്ങാൻ പോകുന്നത്, എന്ത് ചെയ്താലും എല്ലാം നഷ്ടക്കച്ചവടാണല്ലോ. അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ഹീറോയെ കളിയാക്കി ചിരിക്കുകയാണ്. ഇപ്പൊ ഹീറോയ്ക്ക് അവനെ കണ്ടു കഴിഞ്ഞപ്പോ ഒരു സന്തോഷമൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോനെ എല്ലാവരും കൊല്ലാൻ വേണ്ടിയിട്ട് അടുത്തടുത്തേക്ക് വന്നോണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് കിറുക്കന്റെ ജെറ്റ് പാക്ക് കൊടുത്തിട്ട് നമ്മുടെ ഹീറോ അവിടെ നിന്ന് ലാൻഡ് ആവുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എന്നെ കൊല്ലണം എന്ന് പറയാണ്. ഇത് കേട്ടിട്ട് ദേഷ്യം വന്നിട്ടുള്ള നാൻസി ആണെന്നുണ്ടെങ്കിൽ അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുക്കുകയാണ്. എന്നാൽ ആരും തന്നെ നമ്മുടെ ഹീറോയുടെ മുകളിൽ കൈവെക്കാൻ തയ്യാറല്ലായിരുന്നു. ഹീറോ നമ്മുടെ ഹീറോയിനെ കയ്യിലെടുത്തിട്ട് അവളെ കടലിൽ വിടുന്നതിനായിട്ട് മുന്നോട്ടേക്ക് നടക്കുകയാണ്. എന്നാൽ ദേഷ്യം വന്നിട്ടുള്ള നാൻസി ആണെന്നുണ്ടെങ്കിൽ അടുത്ത് നിൽക്കുന്നവന്റെ സ്ലിംഗ് ഷോട്ട് വാങ്ങിയിട്ട് അവന്റെ ചന്തിക്ക് തന്നെ അമ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ഒരു വേദനയൊന്നും അവൻ കാര്യമാക്കാതെ തന്നെ മുന്നോട്ടേക്ക് നടന്നു പോവാണ്. ഇതേ സമയത്ത് 2 അമ്പ് പാഞ്ഞു വന്നിട്ട് അവന്റെ 2 ഷോൾഡറിലും കയറാണ്. വായിൽ നിന്നൊക്കെ ഒരുപാട് രക്തമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. എന്നാലും ഇവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ എന്നാലും അവനിപ്പോ ഹീറോയിനെ സേഫ് ആയിട്ട് ആ ഒരു കടലിലേക്ക് ഇടുകയാണ്. ഈ ഒരു സമയത്തേക്കും ഹീറോ ഇൻഫോം ചെയ്തതിനനുസരിച്ചിട്ട് ഒരുപാട് പോലീസുകാർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. കയ്യിൽ ഗണ്ണുമായിട്ട് നിൽക്കുന്ന അവരെല്ലാം പോലീസുകാർ വന്നിട്ട് അറസ്റ്റ് ചെയ്യാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോ നമ്മുടെ ഹീറോയിനെ കാണിക്കുകയാണ്. പൈസ എന്ന് പറഞ്ഞിട്ട് അലഞ്ഞുകൊണ്ടിരുന്ന ഇവൻ ഇപ്പോ വളരെ സമാധാനമായിട്ട് ഒരു സ്ഥലത്ത് അങ്ങനെ ജീവിക്കുന്നുണ്ട്. ഇവൻ ഇത്രയും നാളും സമ്പാദിച്ചു കൂട്ടിയിട്ടുള്ള പൈസയെല്ലാം കടൽ സംരക്ഷിക്കുന്നതിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഹീറോയിന്റെ അടുത്തേക്ക് അസിസ്റ്റന്റ് ആയിട്ട് ഒരു പയ്യൻ ജോയിൻ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. നീ ആ ഒരു മെർമെയ്ഡിനെ തന്നെ ആലോചിച്ചിട്ട് ഈ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ ഇരിക്കുന്നതുകൊണ്ടാണ് പുറത്തേക്കൊന്നും ഇറങ്ങി വരാത്തതെന്ന് ആൾക്കാർ പറയുന്നുണ്ടല്ലോ, അത് ശരിയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ചോദ്യത്തിന് വെറുതെ ഒന്ന് ചിരിക്കുകയാണ്. എടാ മെർമെയ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും റിയൽ ആയിട്ടുള്ള കാര്യമല്ല, ഇതെന്താ വല്ല സിനിമയാണോ, നിന്നോട് ആരാ ഈ ഒരു മണ്ടത്തരമൊക്കെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് മെല്ലെ ഒരു കോഫി എടുത്ത് കുടിക്കുന്നുണ്ട്. മെർമെയ്ഡ്സിനെ പറ്റിയിട്ട് പുറത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു വംശത്തിന് തന്നെ അത് അപകടമാവെന്നും പറഞ്ഞിട്ടല്ലേ നിങ്ങൾ അതൊന്നും പറയാതിരിക്കുന്നത്. ഈ ഒരു കാര്യമൊന്നും പുറത്തു പോയിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹീറോ പറയാണ്, എടാ മണ്ട, ഞാനിവിടെ ഒറ്റയ്ക്കാന്ന് നിന്നോട് ആരാ പറഞ്ഞത്, ഞാനും വൈഫും ഒക്കെ ആയിട്ട് ഇവിടെ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവന്റെ വൈഫിനെ ഇപ്പൊ വിളിക്കുന്നുണ്ട്. നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ അങ്ങോട്ടേക്ക് തുള്ളിച്ചാടി വരികയാണ്. നോർമൽ ആയിട്ടുള്ള ലോകത്ത് ഇവള് വളരെ നോർമൽ ആയിട്ടുള്ള ഒരാളായിട്ടും ഇവർ രണ്ടുപേരും മാത്രമുള്ള സമയത്ത് കടലിനടിയിൽ പോയിട്ട് പല കാര്യങ്ങളും ചുറ്റിക്കണ്ടും അങ്ങനെ ഇവർ സന്തോഷമായിട്ട് ജീവിക്കുന്ന കാണിച്ചുകൊണ്ട് ഈ ഒരു സിനിമ കഴിയാണ്. എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് വെക്കാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.